കൊച്ചു സ്കൂളിൽ പോകുന്ന സമയത്ത് മോന്റെ കാര്യങ്ങളെല്ലാം തീർത്തു കഴിഞ്ഞ് നമ്മൾ രാവിലെ സ്റ്റേഡിയം നടക്കാനായിട്ട് വരും. ഇപ്പൊ വെക്കേഷനായി, അപ്പൊ നടപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാണ്ടായി. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ, കാരണം വെക്കേഷൻ വരുമ്പോ കൺസിസ്റ്റൻസി അത് നമ്മൾ വിടാൻ പാടില്ലല്ലോ എന്നോർത്ത് വൈകുന്നേരം സ്റ്റേഡിയത്തിൽ നടക്കാൻ വന്ന ഒരു സാധാരണക്കാരിയുടെ അവസ്ഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ അങ്ങനെ മനസ്സ് കല്ലാക്കി മുന്നോട്ട് വരുമ്പോഴത്തേക്കാണ് ഒന്നാമത്തെ ചാലഞ്ച് നമ്മൾ ഫേസ് ചെയ്യുന്നത്. പ്ലേറ്റഡിലെ ഇൻഫ്യൂസ്ഡ് ചിക്കൻ നമ്മൾ വിളിക്കും. തളരരുത് രാമകുട്ടി, തളരരുത്. ഞാൻ കുറച്ച് ഫിറ്റ് ആയിട്ട് വേണം, ഫിറ്റ് ആൻഡ് ഫ്യൂരിയിലെ പ്രോട്ടീൻ സാധനമൊക്കെ സപ്ലിമെന്റ്സ് ഒക്കെ അടിക്കാൻ കുറച്ച് മസിലൊക്കെ വേണം. എന്നിട്ട് എന്റെ 6 പാക്ക് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. ഞാൻ ഇപ്പൊ അവരെല്ലാം സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. കാസർലബാനും ഉണ്ട് കേട്ടോ. മഴയാണെങ്കിലും നമ്മൾ തളരരുത്, നമ്മൾ നടക്കണം. അങ്ങനെ നമ്മൾ നടന്നു വരുമ്പോ മാർട്ടിൻ സാബറിന്റെ പരസ്യം കാണും. അവിടെ സ്ക്വിഡും ചെമ്മീനും ഫിഷൊക്കെ ഗ്രില്ല് ചെയ്യുന്നതും കണ്ടോ, അയാളൊക്കെ കഴിക്കുന്ന കാണും. പക്ഷെ നമ്മൾ നോ പറയണം. ഒരു ദിവസം എത്ര നോ പറയണം എന്നുള്ളത് കുറ്റം പറയുന്നവർക്ക് അറിയാമോ? നടക്കങ്ങോട്ട്. ഇവിടെ ഒരുപാട് പേര് സൈസ് 0യും നെഗറ്റീവ് സൈസ് ഉള്ളവരും പ്ലസും ഡബിൾ എക്സലും ഉള്ളവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ കഴിക്കും. പക്ഷെ നമ്മൾ അതൊന്നും കാണരുത്. കഴിക്കുന്നവർ ആരും ശരീരത്തിൽ പിടിക്കാത്ത എന്റെ കുഴപ്പമാണോ? അങ്ങനെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഗ്രിൽസയിലെ മഹദൂദ് നമ്മളെ വിളിക്കും. മണം വരുന്നുണ്ട്, എനിക്കത് പ്രകടിപ്പിക്കാൻ അറിയാൻ പാടില്ല. അല്ലേലും ഈ ചിക്കനും മയണൈസും ഒന്നും കൊള്ളില്ല. എത്ര കാലറിയാന്നറിയോ? അപ്പോൾ നമ്മൾ സ്കാൻഡി കാണും, ജ്യൂസ് 49 കാണും, ഡെയിലി മീറ്റ് കാണും, അങ്ങനെ പലതും കാണും. പക്ഷെ ഇതൊന്നും കൊള്ളില്ല. അറേബ്യൻ പാലസെത്തി കുഴിമന്തി എന്നെ വല്ലാതെ വിളിക്കുന്നു. ഞാൻ വീഴില്ല. മഴയാണ്, പക്ഷെ ഞാൻ തോൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം എനിക്ക് സ്റ്റെപ്പ് കൗണ്ട് കൂട്ടണമല്ലോ. പക്ഷെ മഴയത്ത് കയറി നിന്ന സ്ഥലമുണ്ടല്ലോ, അത് നിങ്ങൾ കാണണം. പിന്നെ നമ്മൾ നിർത്താണ്ട് ഓടി വരുമ്പോൾ ഐഡലി കഫേ എത്തും. ഐഡലി കഫേയിൽ നെയ്യും ഫിൽട്ടർ കോഫിയും പൊടി ദോശയും പൊടി ഇഡലിയുടെ ഒക്കെ മണം വരും. അങ്ങനെ നമ്മൾ നടന്നു വരുമ്പോ ബിഗ് ഫലൂഡ വരും, ടപ്പിയോക്ക ചിക്സ് വരും, ലെഗ് സീറ്റ് വരും, ഫ്രാങ്കിറ്റ്സ് വരും. പക്ഷേ കുറ്റം പറയുന്നവർക്ക് കുറ്റം പറഞ്ഞാൽ മതിയല്ലോ. ഡ്രസ്സ് ടൈറ്റായി, അവളെ ചാടി ഇവളെ ചാടി, നേരത്തെ കണ്ടപോലെ അയ്യോ വണ്ണം വെച്ചല്ലോ എന്നൊക്കെ ഉള്ളത്. നമ്മൾ ഒരു ദിവസം എന്തെല്ലാം കടന്നു പോകുന്നുണ്ടെന്ന് അവർക്ക് വല്ലതും അറിയോ? സമൂസ വിത്തൗട്ട് ചായ സമൂസ. ഒരു മുത്തം തരാൻ പാടില്ല അതൊന്നും എന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. മനസ്സ് കല്ലാകി നമ്മൾ നടന്ന് ജീവിച്ചു പോകുമ്പോ കുറ്റം പറയുന്നവർക്ക് ഈ ബുദ്ധിമുട്ട് വല്ലതും അറിയണോ? കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. അതെന്താ? ഞാൻ വയറ് നിറച്ച ആഹാരം കഴിച്ചിട്ട് വന്നതാ.